ഹലോ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഞാനൊരു പുതിയ സുഹൃത്തിനെ പരിചയപ്പെടുത്താം കേട്ടോ. അവൻ്റെ പേരാണ് കുറുമ്പൻ. മഹാകുറുമ്പനാണവൻ. കുട്ടിക്കുറുമ്പൻ എന്നാണ് അവനെ എല്ലാവരും വിളിക്കുന്നത്. അവന് കുറേ കഥകളൊക്കെ അറിയാം. അതൊക്കെ അവൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരും കേട്ടോ. എന്നാൽ നമുക്കവനെ ഒന്ന് പരിചയപ്പെട്ടാലോ? അതാ ആ കാണുന്നതാ അവൻ്റെ വീട്. വരൂ കൂട്ടുകാരെ, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. എന്നെ പരിചയപ്പെടുത്താം. ഞാനാണ് കുറുമ്പൻ. എന്റെ അച്ഛനും അമ്മയും ഞാൻ കുസൃതി കാണിക്കുമ്പോൾ ഇങ്ങനെയാണ് വിളിക്കുന്നത്. ഹി 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 ഹി. നിങ്ങളും എന്നെ കുറുമ്പാന്ന് വിളിച്ചോളൂ. മഴ, മഴയത്ത് കളിക്കാൻ എന്താ രസം. കൂട്ടുകാർ മഴയത്ത് കളിക്കാറുണ്ടോ? ഞാൻ മഴയത്ത് കളിക്കുന്നത് അമ്മ കണ്ടാൽ എനിക്ക് നല്ല വിലക്ക് കിട്ടും. എന്റെ അമ്മ ഇപ്പോൾ ഇവിടെ ഇല്ല. ഞാൻ പോയി കളിച്ചിട്ട് വരാം. നിങ്ങളും വന്നോളൂ. മഴ പെയ്തു തോർന്നല്ലോ. മഴയെ പറ്റി പറഞ്ഞപ്പോഴാണ് ഒരു കഥ എനിക്ക് ഓർമ്മ വന്നത്. ആ കഥ ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരാം. നല്ല രസകരമായ കഥയാണ്. കഥയുടെ പേരെന്താണെന്ന് കൂട്ടുകാർക്ക് അറിയാമോ? മണ്ണാങ്കട്ടയും കരിയിലയും. മണ്ണാങ്കട്ടയും കരിയിലയും. പണ്ട് ഒരിടത്ത് രണ്ട് നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അവർ ആരൊക്കെയാണെന്ന് കൂട്ടുകാർക്കറിയാമോ? ഒരു മണ്ണാങ്കട്ടയും കരിയിലയും. വളരെ നല്ല സുഹൃത്തുക്കളായിരുന്നു അവർ. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവർക്ക് കാശിക്ക് പോകാൻ മോഹം തോന്നി. മണ്ണാങ്കട്ടയും കരിയിലയും കാശിക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ നടക്കാൻ തുടങ്ങി. വഴിയിൽ ആഹാരമൊക്കെ കഴിച്ച് പതുക്കെ ആയിരുന്നു അവരുടെ യാത്ര. കഴിക്കാനുള്ളതൊക്കെ അവർ കയ്യിൽ കരുതിയിരുന്നു. അങ്ങനെ മണ്ണാങ്കട്ടയും കരിയിലയും നടന്നു ദൂരെ എത്തി. ദാ അപ്പോഴേക്കും ചെറുതായി കാറ്റ് വീശാൻ തുടങ്ങിയിരിക്കുന്നു. കാറ്റ് വീശുന്നത് കണ്ട കരിയിലയാകട്ടെ പേടിച്ചു വിറച്ചുപോയി. കാറ്റത്ത് കരിയില പറന്നു പോയാലോ? അതുകൊണ്ട് പേടിച്ചു വിറച്ചു നിൽക്കുകയാണ് കരിയില. അതുകണ്ട മണ്ണാങ്കട്ട ചിരിച്ചുപോയി.
മണ്ണാങ്കട്ട കരിയിലയോട് പറഞ്ഞു, പേടിക്കേണ്ട ചങ്ങാതി, ഞാനില്ലേ നിന്റെ കൂടെ. നീ കാറ്റത്ത് പറന്നു പോകാതെ ഞാൻ നിന്നെ പിടിച്ചോളാം. എന്നിട്ട് നമ്മുടെ മണ്ണാങ്കട്ട കരിയിലയുടെ പുറത്ത് കയറി പാറ പോലെ ഉറച്ചിരുന്നു. അപ്പോഴാണ് നമ്മുടെ കരിയിലയ്ക്ക് സമാധാനമായത്. അങ്ങനെ വീണ്ടും അവർ രണ്ടുപേരും നടപ്പ് തുടങ്ങി. കുറേ ദൂരം വീണ്ടും കഴിഞ്ഞപ്പോൾ അതാ വരുന്നു മഴ. മഴ ചെറുതായി മണ്ണാങ്കട്ടയുടെ ദേഹത്ത് വീണപ്പോൾ മണ്ണാങ്കട്ടയ്ക്ക് പേടിയായി. അവൻ മഴയിൽ അലിഞ്ഞു പോയാലോ എന്ന് പേടിച്ചു. മണ്ണാങ്കട്ട പേടിക്കുന്നത് കണ്ട കരിയില തന്നെ കാറ്റിൽ നിന്നും രക്ഷിച്ച മണ്ണാങ്കട്ടയെ മഴ വീഴാതെ കുട പോലെ നിന്ന് രക്ഷിച്ചു. അപ്പോഴേക്കും മഴ ശക്തിയായി പെയ്യാൻ തുടങ്ങിയിരുന്നു. വലിയ ഇടിയും മഴയുമായി ഭയങ്കരമായ കാറ്റും വീശാൻ തുടങ്ങി. ഇത് കണ്ട മണ്ണാങ്കട്ടയും കരിയിലയും ഞെട്ടി വിറയ്ക്കാൻ തുടങ്ങി. പാവം നമ്മുടെ മണ്ണാങ്കട്ടയും കരിയിലയും. കരിയില വലിയ കാറ്റത്ത് പറന്നുപോയി. മണ്ണാങ്കട്ട നനഞ്ഞ് അലിഞ്ഞുപോയി. മണ്ണാങ്കട്ടയുടെയും കരിയിലയുടെയും കഥ കൂട്ടുകാർക്ക് ഇഷ്ടമായോ? എന്നാൽ ഇനി ഈ കഥ നമുക്കൊരു പാട്ടായി കേട്ടാലോ? നിങ്ങളെല്ലാവരും ഈ പാട്ട് പഠിക്കുകയും പാടുകയും വേണം. മണ്ണാങ്കട്ടയ്ക്കും കരിയിലയ്ക്കും കാശിക്ക് പോകാൻ വാശി തോന്നി. വഴിയിൽ കഴിക്കാൻ പൊതിച്ചോറ് കെട്ടി പുറപ്പെട്ടല്ലോ കാശിക്കവർ. മണ്ണാങ്കട്ടയ്ക്കും കരിയിലയ്ക്കും കാശിക്ക് പോകാൻ വാശി തോന്നി. വഴിയിൽ കഴിക്കാൻ പൊതിച്ചോറ് കെട്ടി പുറപ്പെട്ടല്ലോ കാശിക്കവർ. ദൂരമങ്ങു ചെന്ന നേരം വന്നു നല്ലൊരു കുസൃതി കാറ്റ്. ദൂരമങ്ങു ചെന്ന നേരം വന്നു നല്ലൊരു കുസൃതി കാറ്റ്. കരിയില പിടിച്ചു വിറച്ചു പോയി, മണ്ണാങ്കട്ട ചിരിച്ചു പോയി. കരിയില പിടിച്ചു വിറച്ചു പോയി, മണ്ണാങ്കട്ട ചിരിച്ചു പോയി. പേടി വേണ്ടൻ ചങ്ങാതി, ഞാനുണ്ടല്ലോ തുണയായി. പേടി വേണ്ടൻ ചങ്ങാതി, ഞാനുണ്ടല്ലോ തുണയായി. പറന്നു കരിയില പോകാതെ കാത്തു അതിൻ്റെ പുറത്തേറി. പാറ പോലെ ഉറച്ചിരുന്നു മണ്ണാങ്കട്ട മടിക്കാതെ. പാറ പോലെ ഉറച്ചിരുന്നു മണ്ണാങ്കട്ട മടിക്കാതെ. മണ്ണാങ്കട്ടയ്ക്കും കരിയിലയ്ക്കും കാശിക്ക് പോകാൻ വാശി തോന്നി. വഴിയിൽ കഴിക്കാൻ പൊതിച്ചോറ് കെട്ടി പുറപ്പെട്ടല്ലോ കാശിക്കവർ.
കാറ്റുപോയി മാഞ്ഞപ്പോൾ ചാറ്റൽ മഴ വന്നപ്പോൾ കാറ്റുപോയി മാഞ്ഞപ്പോൾ ചാറ്റൽ മഴ വന്നപ്പോൾ മണ്ണാങ്കട്ടയ്ക്കു പേടിയായി അലിഞ്ഞു പോകുമെന്നായി മണ്ണാങ്കട്ടയ്ക്കു പേടിയായി അലിഞ്ഞു പോകുമെന്നായി കരിലയപ്പോൾ കുട പോലെ മറച്ചു പിടിച്ചു മണ്ണാങ്കട്ടയെ കരിലയപ്പോൾ കുട പോലെ മറച്ചു പിടിച്ചു മണ്ണാങ്കട്ടയെ മണ്ണാങ്കട്ടയ്ക്കും കരിലയ്ക്കും കാശിക്ക് പോകാൻ വാശി തോന്നി വഴിയിൽ കഴിക്കാൻ പൊതിച്ചോറ് കിട്ടി പുറപ്പെട്ടല്ലോ കാശിക്കവർ പെട്ടെന്ന് കൊള്ളിയാൻ നിന്നുന്നു ഇടിവെട്ടി മഴയും വീഴുന്നു കാറ്റതാ വീശി അടിക്കുന്നു ഇരുവരും ഞെട്ടി വിറയ്ക്കുന്നു പെട്ടെന്ന് കൊള്ളിയാൻ നിന്നുന്നു ഇടിവെട്ടി മഴയും വീഴുന്നു കാറ്റതാ വീശി അടിക്കുന്നു ഇരുവരും ഞെട്ടി വിറയ്ക്കുന്നു കരിലക്കാറ്റത്ത് പറന്നേ പോയി മണ്ണാങ്കട്ട അലിഞ്ഞേ പോയി 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 പേര് പറഞ്ഞില്ല. My name is Tindu. അവരവനെ ഈ ലോകത്തിന്റെ ഏതു കോണിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും ഞാൻ രക്ഷിക്കും. ഒരു ജീപ്പ് കുറെ നേരമായി നമ്മളെ തന്നെ ഫോളോ ചെയ്യുന്നു. എന്നെ കൊല്ലല്ലേ, ഞാൻ ടിൻഡുമോനാണേ. My name is Tindu. നമുക്കിനി ഒരു കഥ കേൾക്കാം. ഈ കഥയിലെ നായകനാണ് മിട്ടുക്കുരങ്ങൻ. അവൻ ആളൊരു വികൃതി കുട്ടനാണ്. അവൻ വികൃതി കാട്ടിയാലും അവന്റെ അമ്മ പറയുന്നതെല്ലാം അവൻ അനുസരിക്കുമായിരുന്നു. നമ്മുടെ മിട്ടു ഒരു അഹങ്കാരിയായ ആനയെ പാഠം പഠിപ്പിച്ച കഥ കൂട്ടുകാർക്ക് കേൾക്കണ്ടേ? കേട്ടോളൂ കൂട്ടുകാരെ. ശക്തിയും ബുദ്ധിയും. പണ്ട് ദൂരെ ഒരു കാട്ടിൽ മിട്ടു എന്നൊരു കുട്ടിക്കുരങ്ങൻ ഉണ്ടായിരുന്നു. അവൻ ആളൊരു മഹാവികൃതിയായിരുന്നു. എപ്പോഴും കൂട്ടുകാരോടൊത്ത് വികൃതി കാട്ടുകയായിരുന്നു അവന്റെ പരിപാടി. മിട്ടുക്കുരങ്ങന്റെ അമ്മ അവനെ കയ്യിൽ കിട്ടുമ്പോഴൊക്കെ ഉപദേശിക്കുമായിരുന്നു. നീ ഇങ്ങനെ കളിച്ചു നടക്കുന്നതിലൊന്നും അമ്മയ്ക്കൊരു കുഴപ്പവുമില്ല. പക്ഷേ അമ്മ നിനക്ക് പറഞ്ഞു തരുന്ന നല്ല കാര്യങ്ങളൊക്കെ നീ എപ്പോഴും ഓർമ്മിക്കണം. നമ്മളെപ്പോഴും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നല്ലതുപോലെ ആലോചിച്ച് മാത്രമേ എടുക്കാവൂ. പിന്നെ നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ. അമ്മ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ മിട്ടുക്കുരങ്ങൻ അനുസരിക്കുമായിരുന്നു.
അങ്ങനെ കുറേ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം നമ്മുടെ മിട്ടു കാട്ടിൽ കൂടെ കൂട്ടുകാരെ തേടി നടക്കുകയായിരുന്നു. എന്തെങ്കിലും വികൃതി കാട്ടണമല്ലോ അവന്. അങ്ങനെ നടന്നു വരുമ്പോൾ അവനൊരു ആനച്ചാരെ കണ്ടു. ആനച്ചാരെ കണ്ടതും അവനൊരു ഹായ് കൊടുത്തു. എന്നിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചു. ദേഷ്യക്കാരനും അഹങ്കാരിയുമായ ആനച്ചാർക്ക് മിട്ടുവിൻ്റെ സംസാരം തീരെ ഇഷ്ടമായില്ല. അവൻ നമ്മുടെ മിട്ടുക്കുരങ്ങനെ കളിയാക്കിക്കൊണ്ട് ഇങ്ങനെ ചോദിച്ചു: എടാ ഉണ്ടപ്പക്രും മിട്ടു, നീ എൻ്റെ അടുത്ത് വരുമ്പോൾ ആദ്യമേ വല്ല ശബ്ദവും ഉണ്ടാക്കിക്കൊണ്ടേ വരാവൂ. അല്ലെങ്കിൽ നീ വരുന്നതറിയാതെ എൻ്റെ കയ്യോ കാലോ എടുത്ത് നിന്റെ ദേഹത്തിട്ടാൽ തവിട് പൊടിയായി പോകും നീ. കേട്ടോടാ ഉണ്ടപ്പക്രു. തന്നെ ഇങ്ങനെ കളിയാക്കുന്നത് കേട്ട മിട്ടുവിന് വളരെ വിഷമം വന്നു. വളരെ പാവമായ അവൻ ആനച്ചാരോട് ക്ഷമ ചോദിച്ചു. എന്നിട്ട് അവൻ പറഞ്ഞു: ഞാൻ നിന്നെ എൻ്റെ അടുത്ത സുഹൃത്തായി കണ്ട ഹായ് പറഞ്ഞത്. അത് നിനക്ക് ഇഷ്ടമായില്ലെങ്കിൽ എന്നോട് ക്ഷമിക്കണം. പക്ഷേ അഹങ്കാരിയായ ആനച്ചാർ പറഞ്ഞു: എടാ കുഞ്ഞാ, എന്നെപ്പോലുള്ള കാട്ടിലെ ശക്തന്മാരോട് സംസാരിക്കാൻ വരുന്നതിന് മുൻപായി നീ പലവട്ടം ആലോചിക്കണം. നീ വെറും ഒരു കുഞ്ഞു കുരങ്ങനാണ്. അത് നീ ഓർക്കണം കേട്ടോടാ. വേറെ വല്ല മൃഗങ്ങളായിരുന്നെങ്കിൽ അവർ നിന്നെ നിലത്തടിച്ച് കൊന്നേനെ. ലോകത്തിൽ ഏറ്റവും വലുത് ശക്തിയാണ് കേട്ടോടാ ഉണ്ടപ്പക്രു കുരങ്ങ. ശക്തിയില്ലാത്ത നീ എന്നും എൻ്റെ അടിമയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ആനച്ചാർ നമ്മുടെ മിട്ടുക്കുരങ്ങനെ കളിയാക്കി. ഈ കളിയാക്കലൊക്കെ കേട്ട് മിട്ടുക്കുരങ്ങൻ സങ്കടത്തോടെ അവൻ്റെ അമ്മയുടെ അടുത്തേക്ക് നടന്നുപോയി. മിട്ടു വിഷമിച്ചിരിക്കുന്നത് അവൻ്റെ അമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അമ്മക്കുരങ്ങ് മിട്ടുവിനോട് കാര്യം എന്താണെന്നത് തിരക്കി. എന്താ മോനെ വിഷമിച്ചിരിക്കുന്നത്? മിട്ടു നടന്ന കാര്യങ്ങളൊക്കെ അവൻ്റെ അമ്മയോട് പറഞ്ഞു. അമ്മ അല്ലേ പറഞ്ഞിട്ടുള്ളത് മുതിർന്നവരെ കളിയാക്കരുതെന്ന്? അങ്ങനെ കളിയാക്കിയാൽ മുതിർന്നവരോട് മാപ്പ് ചോദിക്കണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ആനച്ചാരോട് മാപ്പ് ചോദിച്ചത്. അപ്പോൾ അമ്മ ചോദിച്ചു: നീ മാപ്പ് ചോദിച്ചില്ലേ? പിന്നെ എന്താ? അപ്പോൾ മിട്ടു പറഞ്ഞു: ആ ആനച്ചാർ ഞാൻ പറയുന്നതൊന്നും കേട്ടില്ല. പകരം അവൻ എന്നെ കളിയാക്കി. ഈ ലോകത്ത് ശക്തിയാണ് ഏറ്റവും വലുതെന്നും നമ്മൾ കുരങ്ങന്മാർക്ക് അതില്ലെന്നും ഒക്കെ പറഞ്ഞു. അമ്മ അല്ലേ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഏതു സാഹചര്യവും ബുദ്ധി ഉപയോഗിച്ചാണ് നേരിടേണ്ടത്. എത്ര വലിയ ശക്തനാണെങ്കിലും ബുദ്ധി പ്രയോഗിച്ചാൽ അവനെ നിഷ്പ്രയാസം കീഴ്പ്പെടുത്താമെന്നും. ഇങ്ങനെയൊക്കെ മിട്ടു അവൻ്റെ അമ്മയോട് പറഞ്ഞു. ഇത് കേട്ട അവൻ്റെ അമ്മ പറഞ്ഞു: അതേ മോനെ, ബുദ്ധി തന്നെയാണ് എല്ലായിടത്തെയും വീരൻ. മിട്ടു വിഷമിക്കണ്ട കേട്ടോ, അമ്മ നിനക്കത് കാണിച്ചു തരാം എന്നും അവൻ്റെ അമ്മ പറഞ്ഞു. അങ്ങനെ ആ അഹങ്കാരിയായ ആനയെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി മിട്ടുവും അമ്മയും തീരുമാനിച്ചു. അവർ രണ്ടുപേരും ആനച്ചാരുടെ അടുത്തേക്ക് പോയി. ദൂരെ നിന്നും അവർ ആ അഹങ്കാരിയായ ആനച്ചാരെ കണ്ടു. ഇതാണല്ലേ മോനെ കളിയാക്കിയ അഹങ്കാരിയായ ആനച്ചാര്? അമ്മ അവനോട് ചോദിച്ചു. അവൻ സങ്കടത്തോടെ തലയാട്ടി. അപ്പോൾ അമ്മ അവനെ ഒരു പാറ കാണിച്ചു കൊടുത്തു. അപ്പോഴാണ് അവൻ അവിടെയുള്ള ആ പാറ ശ്രദ്ധിക്കുന്നത്. ആ പാറയുടെ മറുവശം അമ്മ മിട്ടുവിന് കാണിച്ചു കൊടുത്തു. അപ്പോഴാണ് മിട്ടു അത് ശ്രദ്ധിച്ചത്. അവിടെ വേറെ ഒരു ആന നിൽക്കുന്നു. അമ്മ അവനോട് പറഞ്ഞു: അതാണ് സുന്ദരൻ ആന. അവൻ ആള് നല്ല ബലവാനാണ്. മോൻ ഇനി അമ്മ പറയുന്നത് പോലെ കേൾക്കണം. ആദ്യമായി നീ പോയി നിന്നെ കളിയാക്കിയ അഹങ്കാരിയായ ആനയെ വെല്ലുവിളിക്കണം. നീയുമായി ബലപ്രയോഗത്തിന് തയ്യാറാണോ എന്നും ചോദിക്കണം. ഇത് കേട്ട മിട്ടു അമ്പരന്നുപോയി. പേടിച്ചു നിൽക്കുന്ന മിട്ടുവിനോട് അവന്റെ അമ്മ പറഞ്ഞു: നീ പേടിക്കണ്ട, ഞാൻ പറയുന്നത് പോലെ കേട്ടാൽ മതി. മോൻ പോയി ആനച്ചാരോട് പറയണം, ആനച്ചാരോട് ശക്തി പരീക്ഷണത്തിന് ഉണ്ടപ്പക്രു എന്ന് വിളിച്ച് കളിയാക്കിയ ഞാൻ തയ്യാറാണെന്ന്. ആനച്ചാരെന്തായാലും ശക്തി പരീക്ഷണത്തിന് തയ്യാറാണെന്നേ പറയൂ. എന്നിട്ട് നീ പറയണം, ഞാൻ ഉടനെ എത്താം എന്നും പറഞ്ഞ് അമ്മയുടെ അടുത്തേക്ക് വരണം.
അമ്മ പറഞ്ഞതുപോലെ ചെയ്ത മിട്ടു ആ അഹങ്കാരിയായ ആനച്ചാരെ വെല്ലുവിളിച്ചു. അവന്റെ വെല്ലുവിളി കേട്ട് ആനച്ചാരി ചിരിച്ചുപോയി. പക്ഷേ മിട്ടു ആ പരിഹാസമൊന്നും കണക്കിലെടുക്കാതെ തിരിച്ച് അമ്മയുടെ അടുത്തേക്ക് എത്തി. അമ്മ മിട്ടുവിനോട് പറഞ്ഞു, ഇനിയാണ് നമ്മൾ ബുദ്ധി ഉപയോഗിക്കേണ്ടത്. ഇനി നീ പോയി നമ്മുടെ സുന്ദരൻ ആനയെയും നീ ഇപ്പോൾ ചെയ്തതുപോലെ വെല്ലുവിളിക്കണം. താനുമായി ശക്തി പരീക്ഷണത്തിന് തയ്യാറാണോ എന്നും ചോദിക്കണം. മിട്ടു ഉടൻ തന്നെ അമ്മ പറഞ്ഞതുപോലെ ആ പാറയുടെ മറുവശത്ത് നിൽക്കുന്ന സുന്ദരൻ ആനയെ പോയി വെല്ലുവിളിച്ചു. അവൻ മിട്ടുവിനോട് ശക്തി പരീക്ഷണത്തിന് തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പോ അമ്മ പോയി ഒരു കയറെടുത്ത് കൊണ്ടുവന്ന് മിട്ടുവിനെ ഏൽപ്പിച്ചു. എന്നിട്ട് അമ്മ അവനോട് ഇങ്ങനെ പറഞ്ഞു, മോൻ പോയി ഈ കയറിന്റെ ഒരറ്റം ആ അഹങ്കാരിയായ ആനച്ചാർക്ക് കൊടുക്കണം. മറ്റേ അറ്റം ആ പാറയുടെ മറുവശത്ത് നിൽക്കുന്ന സുന്ദരൻ ആനയ്ക്കും കൊടുക്കണം. പരസ്പരം രണ്ടുപേർക്കും കാണാൻ കഴിയാത്തതുകൊണ്ട് അഹങ്കാരിയായ ആനച്ചാർ വിചാരിക്കും മിട്ടുവാണ് മറ്റേ അറ്റത്ത് നിൽക്കുന്നതെന്ന്. നമ്മുടെ സുന്ദരൻ ആനയും ഇതേപോലെ തന്നെ വിചാരിക്കും. ആ പാറയുടെ മറ ഉള്ളതുകൊണ്ട് രണ്ടുപേർക്കും പരസ്പരം കാണാൻ കഴിയില്ല. അങ്ങനെ അമ്മ പറഞ്ഞതുപോലെ മിട്ടു കയറിന്റെ 2 ഭാഗവും 2 പേർക്കുമായി കൊടുത്തു. മത്സരം ആരംഭിച്ചു. 2 ആനകളും മനസ്സിൽ വിചാരിച്ചു, അപ്പുറത്ത് നിൽക്കുന്നത് മിട്ടുവല്ലേ, കാര്യം വെറും നിസ്സാരം. വടംവലി തുടങ്ങി. പക്ഷേ തന്റെ അപ്പുറത്ത് നിൽക്കുന്നത് തന്നെപ്പോലെ അത്രയും ശക്തനായ വേറെ ഒരു ആനച്ചാരാണെന്ന് മണ്ടന്മാരായ അവർ ഇരുവരും അറിഞ്ഞില്ല. വടം വലിച്ചു വലിച്ച് 2 ആനകളും തളർന്നു. അവർ ഓർത്തു, ഓ, ആ മിട്ടുക്കുരങ്ങന് എത്ര ശക്തിയോ, അവൻ ചില്ലറക്കാരനല്ല. ഇതെല്ലാം കണ്ടുകൊണ്ട് ചിരി സഹിക്കാൻ വയ്യാതെ നിൽക്കുകയാണ് മിട്ടുക്കുരങ്ങനും അമ്മയും. ഒടുവിൽ വടം വലിച്ച് തളർന്ന ആനച്ചാരുടെ അടുത്തേക്ക് മിട്ടു എത്തി. ആദ്യം മിട്ടു വന്നത് അഹങ്കാരിയായ ആനച്ചാരുടെ അടുത്തേക്കാണ്. എന്നിട്ട് പറഞ്ഞു, എന്ത് അഹങ്കാരമായിരുന്നു ആനച്ചാരെ താങ്കൾക്ക്. നമ്മൾ ശക്തിയുണ്ടെന്ന് കരുതി അഹങ്കരിക്കുവാൻ പാടില്ല. ആരെയും നമ്മൾ പുച്ഛത്തോടെ കാണുവാനും പാടില്ല. ഇത് കേട്ട് നാണിച്ച് തല താഴ്ത്തിപ്പോയി ആ അഹങ്കാരിയായ ആന. അതിനുശേഷം മിട്ടു നമ്മുടെ സുന്ദരൻ ആനയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, സുന്ദരൻ ചേട്ടാ, ഇതൊരു ചെറിയ മത്സരമായിരുന്നു. എന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ അവൻ സുന്ദരൻ ആനയോട് പറഞ്ഞു. സുന്ദരൻ ആന മിട്ടുക്കുരങ്ങനെ അഭിനന്ദിച്ചു. വളരെ സന്തോഷവാനായ മിട്ടു അവന്റെ അമ്മയോട് പറഞ്ഞു, അമ്മ പറഞ്ഞത് തന്നെയാണ് ശരി, ശക്തിയേക്കാളും വലുത് ബുദ്ധി തന്നെയാണ്. അവൻ സന്തോഷത്തോടെ അമ്മയുടെ കൂടെ നടന്നുപോയി. ഹായ് കൂട്ടുകാരെ, ഇത് ഞാനാണ് നിങ്ങളുടെ ചിക്കു റബ്ബർ. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെയും ചിങ്കൻ ബെൽസിൻ്റെയും ഈ കുസൃതി നിറഞ്ഞ കണക്കിൻ്റെ കളിയിലേക്ക് സ്വാഗതം. ചിക്കോൻ ചിങ്ങനും വരുന്നു പുതിയ കണക്കിലെ കളികളുമായി. നിങ്ങളുടെ സ്വന്തം ചിക്കു റബ്ബർ ഉല്ലസിച്ചു കളിച്ചിടുവാൻ സൈക്കിളേറി വരുന്നിതാ. ചിക്കു, നമുക്ക് നമ്മുടെ ബാക്കിയുള്ള കൂട്ടുകാരെ കൂടി വിളിക്കാം. അവർ കൂടി വന്നാലേ നമ്മുടെ ഈ കളി കൂടുതൽ രസമുള്ളതാവും. എന്നിൽ നിന്നു തുടങ്ങുന്നു സംഖ്യകൾ, എണ്ണി തുടങ്ങുന്നു എന്നിൽ നിന്നും. ഒന്നാമതാവുക കൂട്ടരെ നാം, ഒന്നായി നിന്നാലോ ജയം നമുക്ക്. എങ്ങനെയുണ്ട് കൂട്ടുകാരെ കഥ?
നമ്മുടെ മിട്ടു ആളെങ്ങനെ? ഒരു മിടുക്കൻ തന്നെ. അമ്മ പറയുന്നതെല്ലാം അനുസരിക്കുന്നതിന്റെ ഗുണം കൂട്ടുകാർക്കെല്ലാം മനസ്സിലായി കാണുമല്ലേ? ശക്തിയേക്കാൾ വലുത് ബുദ്ധിയാണെന്ന് ഈ കഥയിലൂടെ കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? ആളിന്റെ വലിപ്പത്തിലല്ല കാര്യം, കഴിവിലും ബുദ്ധിയിലുമാണ്. ശക്തിമാനായ വലിയ ആനയെ പറ്റിച്ച മിട്ടുവിന്റെ കഥ നിങ്ങൾ കണ്ടില്ലേ? കൂട്ടുകാരെ, നമുക്ക് ഇനി ഒരു സൂത്രക്കാരന്റെ കഥ കേട്ടാലോ? കാട്ടിൽ പാവപ്പെട്ട ചെറിയ മൃഗങ്ങളെ ഒരു വലിയ അപകടത്തിൽ നിന്നും രക്ഷിച്ച സൂത്രകാരനായ ഒരു കുരങ്ങന്റെ കഥയാണ് കൂട്ടുകാർ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. സൂത്രന്റെ ബുദ്ധി. പണ്ടൊരു കാട്ടിൽ ദുഷ്ടനായ ഒരു കടുവയുണ്ടായിരുന്നു. അവനെ ആ കാട്ടിലെ എല്ലാ മൃഗങ്ങൾക്കും പേടിയായിരുന്നു. അവന് വിശപ്പില്ലെങ്കിൽ പോലും പാവപ്പെട്ട കുഞ്ഞു മൃഗങ്ങളെ ഉപദ്രവിക്കലായിരുന്നു അവന്റെ പ്രധാന വിനോദം. അവൻ കാട്ടിലെ ഏതെങ്കിലും ഭാഗത്ത് ഉണ്ടെന്നറിഞ്ഞാൽ ഒരു മൃഗവും അതുവഴി പോകില്ല. അത്രയ്ക്ക് പേടിയായിരുന്നു അവന്. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. ഒരു ദിവസം കാട്ടിലെ എല്ലാ മൃഗങ്ങളും ഒത്തുകൂടി. അതിൽ ആ ദുഷ്ടനായ കടുവയെയും മൃഗങ്ങൾ ക്ഷണിച്ചു. എല്ലാവരും ഒത്തുകൂടിക്കഴിഞ്ഞിട്ടായിരുന്നു ആ ദുഷ്ടൻ കടുവയുടെ വരവ്. അവന്റെ വരവ് കണ്ട് എല്ലാ മൃഗങ്ങളും പേടിച്ചു വിറച്ചു. ആ കാട്ടിൽ ധൈര്യശാലിയായ ഒരു കുരങ്ങനുണ്ടായിരുന്നു. അവന്റെ പേരാണ് സൂത്രൻ. അവൻ കടുവയോട് പറഞ്ഞു, പ്രഭോ, അങ്ങ് നമ്മളെല്ലാവരെയും ഇങ്ങനെ കൊന്നാൽ ഈ കാട്ടിൽ പിന്നെ ഒരു മൃഗം പോലും ഇല്ലാതാകും. അങ്ങനെ വന്നാൽ പിന്നെ അങ്ങ് എന്ത് കഴിക്കും? അതുകൊണ്ട് എല്ലാ ദിവസവും ഞങ്ങൾ ഓരോരുത്തരായി അങ്ങയുടെ ഗുഹയിൽ വരാം എന്നും സൂത്രൻ കുരങ്ങൻ കടുവയോട് പറഞ്ഞു. ഇത് കേട്ട കടുവയ്ക്ക് സംഭവം കൊള്ളാമെന്ന് തോന്നി. വെറുതെ ഗുഹയിലിരുന്നാൽ മതിയല്ലോ, ആഹാരം വെറുതെ ഗുഹയിലെത്തും. കടുവ അത് സമ്മതിച്ചു. 1-2 ദിവസം അങ്ങനെ കടന്നുപോയി. ആ ദിവസത്തെ ഊഴം നമ്മുടെ സൂത്രൻ കുരങ്ങന്റെ ആയിരുന്നു. അങ്ങനെ സൂത്രൻ നടന്ന് കടുവയുടെ ഗുഹയിലെത്തി. അവൻ അവിടെ എത്താൻ കുറേയധികം സമയമെടുത്തു. തന്റെ ആഹാരം ഗുഹയിലെത്താൻ വൈകുന്നതിൽ കടുവ വലിയ ദേഷ്യത്തിലായിരുന്നു. കടുവയ്ക്ക് നല്ല വിശപ്പടിച്ചു തുടങ്ങിയിരുന്നു. താമസിച്ചു വന്ന സൂത്രനെ കണ്ടതും കടുവ ദേഷ്യത്തിൽ അലറി. അപ്പോൾ നമ്മുടെ ബുദ്ധിമാനായ സൂത്രൻ പറഞ്ഞു, പ്രഭു, എനിക്ക് അങ്ങയുടെ ഗുഹ കാണിച്ചു തരാൻ വേണ്ടി എൻ്റെ കൂടെ 3 ചങ്ങാതിമാർ കൂടെയുണ്ടായിരുന്നു. പക്ഷേ നമ്മളിവിടെ എത്താറായപ്പോഴേക്കും വേറെ ഒരു കടുവ എൻ്റെ കൂട്ടുകാരനെ കൊന്നു തിന്നു. ഞാൻ ഒരു വിധം ഓടി രക്ഷപ്പെട്ട് ഇവിടെ എത്തുകയായിരുന്നു. സൂത്രൻ മനസ്സിൽ ചിരിക്കുന്നുണ്ടായിരുന്നു. ഇത് കേട്ട കടുവ ഞെട്ടിപ്പോയി. അവൻ പറഞ്ഞു, ഞാനാണ് ഈ കാട്ടിലെ രാജാവ്. ഇനി ഇവിടെ വേറൊരു രാജാവിൻ്റെ ആവശ്യമില്ല. നീ ആ കടുവയെ കണ്ട സ്ഥലത്ത് എന്നെ കൊണ്ടുപോകൂ, ഞാൻ അവനെ കൊല്ലട്ടെ. കടുവ ദേഷ്യം കൊണ്ട് അലറി വിളിച്ചു. സൂത്രം ഫലിച്ചു എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമ്മുടെ സൂത്രൻ കുരങ്ങ് ആ ദുഷ്ടനായ കടുവയെയും കൊണ്ട് കാട്ടിൻ്റെ നടുവിലെ ഒരു കിണറ്റിനരികിലേക്ക് കൊണ്ടുപോയി. പ്രഭു, ഞാൻ അവനെ ഈ കിണറ്റിനകത്താ കണ്ടത്. അവൻ ഇതിനകത്ത് തന്നെ ഉണ്ടാകും. വേഗം പോയി അവനെ പിടിക്കൂ. ഇത് കേട്ട കടുവ ചാടി ആ കിണറ്റിൻ്റെ മുകളിലെത്തി. കടുവ കിണറ്റിൻ്റെ അകത്തേക്ക് നോക്കി, എന്നിട്ട് അലറി വിളിക്കാൻ തുടങ്ങി. അപ്പോൾ കിണറ്റിൻ്റെ അകത്തു നിന്നും വേറൊരു കടുവയും അലറി.
മണ്ടനായ കടുവയ്ക്ക് താൻ കാണുന്നത് തൻ്റെ നിഴലാണെന്ന് മനസ്സിലായില്ല. അവൻ താഴേക്ക് നോക്കി അലറിക്കൊണ്ടിരുന്നു. താൻ കണ്ടത് തന്നെ തന്നെയാണെന്ന് മനസ്സിലാക്കാതെ കടുവ ആ കിണറ്റിലേക്ക് എടുത്ത് ചാടി. കിണറ്റിൽ വീണപ്പോഴാണ് തനിക്ക് അബദ്ധം പറ്റിയതാണെന്ന് കടുവയ്ക്ക് മനസ്സിലായത്. സൂത്രൻ ഓടിച്ചെന്ന് മറ്റ് മൃഗങ്ങളോട് നടന്ന കാര്യങ്ങൾ വിവരിച്ചു. സന്തോഷ വാർത്ത കേട്ട അവർ സൂത്രന്റെ ബുദ്ധിയെ പ്രശംസിച്ചു. തങ്ങളെ ദുഷ്ടനായ കടുവയിൽ നിന്നും രക്ഷിച്ച സൂത്രനോട് അവർ നന്ദി പറഞ്ഞു. പിന്നീടുള്ള കാലം പേടികൂടാതെ കാട്ടിലെ എല്ലാ മൃഗങ്ങളും സന്തോഷത്തോടെ ജീവിച്ചു. കുഞ്ഞി കുഞ്ഞി വാവാ കുറുമ്പിക്കുട്ടി വാവാ കൊഞ്ചി കൊഞ്ചി കളിച്ചിടും. പൂനിലാവെ കൂട്ടുവാ പൂങ്കുളിരും കൊണ്ടുവാ തലയിൽ ചൂടാൻ ഇത്തിരി മുല്ലപ്പൂവും കൊണ്ടുവാ. 1 2 3 എണ്ണി പഠിക്കാലോ 4 5 6 ഔ ഗൗ നായ്ക്കുട്ടി വാവാ നായ്ക്കുട്ടി കൊഞ്ചി കുഴയും നായ്ക്കുട്ടി. കിളികൾ പാറി വന്നല്ലോ ചേലിൽ ചാരി നിന്നല്ലോ. കിളിയെ കിളിയെ പറന്നുവാ കുഞ്ഞിച്ചിറകും വീശിവാ. കിളിയെ കിളിയെ പറന്നുവാ. എങ്ങനെയുണ്ട് കൂട്ടുകാരെ സൂത്രന്റെ ബുദ്ധി? അടിപൊളിയല്ലേ? ഇപ്പൊ കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? തക്ക സമയത്ത് നല്ല ബുദ്ധി ഉപയോഗിച്ചാൽ നമുക്ക് വലിയ അപകടത്തിൽ നിന്നും രക്ഷപ്പെടാനും നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനും കഴിയും. സൂത്രൻ തക്ക സമയത്ത് ബുദ്ധി ഉപയോഗിച്ചത് കൊണ്ടല്ലേ പാവ മൃഗങ്ങളെ ആ ദുഷ്ടൻ കടുവയിൽ നിന്നും രക്ഷിക്കാനായത്. കൂട്ടുകാരെ എങ്ങനെയുണ്ടായിരുന്നു കഥകളൊക്കെ? ഇഷ്ടമായോ? ഞാൻ ഇനി എന്റെ കൂട്ടുകാരിയെ പരിചയപ്പെടുത്താം. അവളുടെ പേരാണ് കുഞ്ഞിക്കുരുവി. അതാ വരുന്നുണ്ട് കുഞ്ഞിക്കുരുവി. അവളോടൊപ്പം വേറെ കുറെ കൂട്ടുകാരുമുണ്ട്. നമുക്ക് എല്ലാവർക്കും ചേർന്നൊരു പാട്ടൊക്കെ പാടി അടിച്ചു പൊളിച്ച് വീട്ടിലേക്ക് പോകാം.